Today we will discuss about the topic testing or experimenting hypothesis. In the later class we will study about what is hypothesis, a supposition or proposed explanation made on the basis of limited evidence as a starting point for further investigation, otherwise a temporary assumption. നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസും എവിഡൻസും വെച്ചിട്ട് ടെമ്പററി ആയിട്ട് നമ്മളൊരു അസംഷൻ നടത്തുകയാണ്. അതിനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇനി ഹൈപ്പോത്തിസിസ് പ്രൂവൻ ചെയ്യുന്നത് ടെസ്റ്റിംഗ് ഓർ എക്സ്പെരിമെൻറ്റിംഗ് വഴിയാണ്. ദ കറക്റ്റ്നെസ്, വാലിഡിറ്റി ഓർ അക്സെപ്റ്റബിലിറ്റി ഓഫ് എ ഹൈപ്പോത്തിസിസ് ഹാസ് ടു ബി ടെസ്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്. Control is an essential part of an ideal experiment. It helps to compare essential results with the non-experimental natural results. There are two methods to prove hypothesis. The first one is the controlled method and another is uncontrolled method. When we say controlled experiment, we have to experiment in a way that we can measure it in a laboratory conditions. There are so many things we cannot control. We can observe it constantly and prove it only through a lot of number of observations. There are a lot of things that cannot be controlled, like planetary movements. We know that the earth revolves around the sun. We have assumed that, but it can never be proven by an experiment. So we do that through observations. This one thing can only be found through constant observations. Only then did it reach the hypothesis. കൺട്രോൾഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പം അത് ലൈക്ക് നമ്മളൊരു ലബോറട്ടറി കണ്ടീഷൻസിലൊക്കെ വെച്ച് ചെയ്യുന്നത് പോലെ ഇരിക്കും. നമ്മുടെ കൺട്രോളിലായിരിക്കും ആ എക്സ്പെരിമെൻറ്റ്. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എക്സ്പെരിമെൻറ്റ്സും ഉണ്ട്. അത് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് മാത്രമേ ഒരു ഹൈപ്പോത്തസിസിൽ എത്താൻ കഴിയൂ. ഇനി നമുക്ക് കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് പെൻഡുലത്തിൻ്റെ എക്സാമ്പിളാണ്. The period of the pendulum is said to be independent of the mass and dependent on the length. That is the hypothesis we have assumed. നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്ന ഹൈപ്പോത്തിസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയഡ് ഓഫ് ദ പെൻഡുലത്തിൻ്റെ പീരിയഡ് എന്തിന് മാസിന് ഇൻഡിപെൻഡൻറ്റും ലെങ്ത്തിന് ഡിപ്പെൻഡൻറ്റും ആയിരിക്കും. ഇതാണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ ഇതാരും വിശ്വസിക്കില്ല. നമ്മൾ ഹൈപ്പോത്തിസിസ് പ്രൂവ് ചെയ്ത് കാണിക്കണം. വി മസ്റ്റ് ബി പ്രൂവ്ഡ്. മസ്റ്റ് പ്രൂവ് ദ acceptability or its validity. That's what we are testing for. For that, a controlled experiment has to be done. എക്സ്പെരിമെൻറ്റിന് മുൻപുള്ള നമ്മുടെ ഹൈപ്പോത്തിസിസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കുമ്പോൾ ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് വിത്ത് ഡിഫറെൻറ്റ് മാസസ് ഫസ്റ്റ് ഓൺ ദ സെയിം ലെങ്ത് ഇൻ ദ പെൻഡുലം. ദെൻ യു വിൽ ഗെറ്റ് ദ സെയിം പീരിയഡ്. ഇഫ് യു ചേഞ്ച് ദ ലെങ്ത് ദെൻ യു ക്യാൻ സീ ദാറ്റ് ദ ടൈം പീരിയഡ് ചേഞ്ചസ്. At last, the result of the experiment is we can see that the length is dependent and the mass is ഇൻഡിപെൻഡൻറ്റ്. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഒബ്സർവേഷൻ അതെങ്ങനെയാണ് ഒരു തിയറി ആയി മാറുന്നത് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കേണ്ടത് ലെറ്റ് us ഒബ്സർവ് എ തിങ് ആൻഡ് സീ ഹൗ ഇറ്റ് വിൽ ബി. ഗെറ്റ് ടു എ കൺക്ലൂഷൻ ഫ്രം ദാറ്റ്. ആഫ്റ്റർ ദാറ്റ് വി വിൽ ടെൽ ഹൗ ടു ഡു ഇറ്റ്. സോ ഹാവ് ലോട്ട് ഓഫ് അസംഷൻസ്. When we do a controlled experiment, we realize that it happens through a few hypotheses. All other experiments will be rejected. We will predict later. Thus, there will be a valid information. That prediction becomes the theory. It can only be theorized if it is proved by hypothesis testing or experimenting. ആദ്യം നമ്മളൊരു കാര്യം ഒബ്സർവ് ചെയ്യുക. ഇതെങ്ങനെയായിരിക്കും നടക്കുക, നമ്മളൊരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് അസംഷൻസ് ഉണ്ടാവും ഇതെങ്ങനെ നടപ്പിലാക്കി എടുക്കാം എന്ന്. ഇതിനെ നമ്മളൊരു കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റിലൂടെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും അസംഷൻസിലൂടെ അല്ലെങ്കിൽ ഹൈപ്പോത്തസിസിലൂടെ കൊണ്ടുപോയാൽ മാത്രമേ ഇത് അക്സെപ്റ്റബിൾ ആകത്തുള്ളൂ എന്ന്. അപ്പോൾ ആ ഹൈപ്പോത്തസിസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുക. അതിനെ വീണ്ടും നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റിലൂടെ കടത്തിവിടുക. അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് കിട്ടും. ബാക്കിയുള്ളതിനെ നമ്മൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ബെസ്റ്റ് ഹൈപ്പോത്തസിസിലൂടെ പോയാൽ മാത്രമേ ഈ ഒബ്സർവേഷൻ കറക്റ്റ് ആവുള്ളൂ എന്ന് നമുക്കറിയാം.
ആ ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യും, ആ ഹൈപ്പോത്തസിസ് നമ്മൾ പിന്നീട് പ്രഡിക്റ്റ് ചെയ്യും. ലാസ്റ്റ് നമ്മൾ പ്രഡിക്ഷൻ നടത്തുകയാണ്. ഈ നടത്തിയ പ്രഡിക്ഷനെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് എക്സ്പെരിമെൻറ്റ് നടത്തും. അതിലൂടെ നമ്മുടെ പ്രഡിക്ഷൻ നമ്മൾ കൺഫേം ചെയ്യും. അതാണ് അവസാനം തിയറിയായി മാറുന്നത്. അപ്പോൾ ഈ തിയറിയായി മാറണമെങ്കിൽ ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റിലൂടെയോ പ്രൂവ് ചെയ്താൽ മാത്രമേ അത് എന്താവുള്ളൂ, തിയറി ആവുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.